സമയത്തിൻ്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, സമയം നമ്മളെ മാനേജ് ചെയ്യും. രണ്ട്, സമയത്തെ നമ്മൾ മാനേജ് ചെയ്യും. നമ്മൾ ഓരോരുത്തരും ഇതിലേതാണ് നമ്മുടെ കാര്യത്തിൽ എന്നുള്ളത് ചിന്തിക്കണം. നമ്മൾ സമയത്തെ മാനേജ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഓരോ ദിവസവും നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക. പകരം സമയം നമ്മളെ മാനേജ് ചെയ്യാൻ ശ്രമിച്ചാൽ സംഭവിക്കുക, നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയാതെ വരും. നമ്മൾ സക്സസ്സിലേക്ക് എത്താൻ സാധ്യത കുറയും, അല്ലെങ്കിൽ ദൂരം കൂടുതലായിരിക്കും. അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ, നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു 6 മിനിറ്റ് നമ്മുടെ ആ ദിവസം സംഭവിച്ചത് എന്താണെന്നുള്ളത് ഒന്ന് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതുപോലെ തന്നെ അതിലൊരു 3 മിനിറ്റ്, 6ൽ ഒരു 3 മിനിറ്റ് നാളത്തെ പ്ലാനിങ് നടത്തുക. നാളെ എന്ത് ചെയ്യണം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അത് ഗൂഗിളിൻ്റെ കലണ്ടർ എന്ന് പറയുന്ന ആപ്പിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ സമയത്തിന് നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയും. പകരം നമ്മൾ സമയത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തില്ലെങ്കിൽ അത് നമ്മുടെ പല കാര്യങ്ങളും, ഇമ്പോർട്ടൻ്റായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സമയത്തിന് വളരെ വാല്യൂ കൊടുക്കാൻ പറ്റും. നമ്മുടെ സമയത്തിന് നമ്മൾ വാല്യൂ കൊടുത്താൽ മാത്രമാണ് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് വാല്യൂ കിട്ടുക. തീർച്ചയായും മനസ്സിലാക്കുക, എല്ലാവർക്കും ഒരു ദിവസത്തിൽ ഒരേ സമയം മാത്രമാണ് ലഭിക്കുന്നത്. അവരതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നമ്മൾ മനസ്സിലാക്കുക, നഷ്ടപ്പെട്ട ഒരു സമയവും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ഓരോ സമയം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ഒരു ദിവസം നല്ല രീതിയിൽ ടൈമിനെ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയില്ലെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ ഒരു വർഷമോ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല. ഏറ്റവും നല്ല തീരുമാനമെടുക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇത്. 2025 അവസാന മാസം, അവസാന ദിവസങ്ങളിലാണ്. 2026 പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടൈമിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കാം. ടൈമിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവരും അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടെ, നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമായിരിക്കും മൊബൈൽ. അപ്പോൾ നമ്മെ പലപ്പോഴും നമ്മെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മൊബൈലായിരിക്കും. മൊബൈലൊരു കോൾ വന്നു, ഒരു മെസ്സേജ് വന്നു, നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലായിട്ട് മാറും. പകരം ഒരു ദിവസത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ സമയം നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ആ സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ഫോൺ ഇൻകമിങ് ഉപയോഗിക്കില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത്യാവശ്യമുള്ള ആളുകൾ നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യും, നമുക്ക് അതിനുശേഷം റിപ്ലൈ കൊടുക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, ഇൻകമിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇൻകമിങ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ സമയം അയാൾ വിളിക്കുമ്പോൾ അയാൾ അവൈലബിൾ ആയതിൻ്റെ സമയത്ത് നമ്മൾ അവൈലബിൾ ആവുക എന്നുള്ളതാണ് ഇൻകമിങ് കോൾ. പകരം അവർക്ക് പറ്റുന്ന സമയത്ത് വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചാൽ നമ്മുടെ സമയത്തിനനുസരിച്ചാണ് നമ്മളത് നോക്കുക, റിപ്ലൈ കൊടുക്കുക. അത് നമ്മുടെ സമയമാണ്, നമ്മളാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും കോളിൽ നിന്ന് മാറിയിട്ട് വാട്സപ്പ് ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കുക. താങ്ക് യു.